എന്തുകൊണ്ടാണ് നിങ്ങൾ നല്ലൊരു വ്യക്തിയെ പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും തെറ്റായ ബന്ധങ്ങളിലേക്ക് എത്തുന്നത്? ആക്ച്വലി നമ്മൾ ആ റിലേഷൻഷിപ്പിൽ കടന്നതിന് ശേഷം പ്രോബ്ലംസ് വരുമ്പോൾ അല്ലെങ്കിൽ ബാക്കിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് വി തോട്ട് ദാറ്റ് ഈ ഒരു വ്യക്തി എന്നിലേക്ക് വന്നത് ഞാൻ പെർപ്പസ്ഫുള്ളി ചെയ്തതൊന്നുമല്ല, റാൻഡമായിട്ട് എന്നിലേക്ക് വന്നതാണ്. മീൻസ് ആളെ പരിചയപ്പെട്ടതാവാം, അല്ലെങ്കിൽ എസ് പറയാൻ തോന്നിയതാവാം. ആക്ച്വലി നമ്മളുടെ മുന്നിൽ വരുന്ന ആ ഒരു വ്യക്തിയോട് ആകർഷണം തോന്നിയത് ഒരിക്കലും റാൻഡമായിട്ട് തോന്നിയതല്ല. അത് ആക്ച്വലി നിങ്ങളുടെ ഉള്ളിലുള്ള വൈബ്രേഷൻ അനുസരിച്ചാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രോഗ്രാമുകളാണ് ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് എത്തിപ്പിച്ചത്. എക്സാമ്പിൾ, ഉള്ളിൽ കുറേ ഭയങ്ങളും അതുപോലെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസും നെഗറ്റീവ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാംസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ മുന്നിൽ കണ്ടിട്ടുള്ള മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കുറേ ബിലീഫ്സ് പ്രോഗ്രാംസും കൊണ്ടാണ് നിങ്ങൾ ഒരു പാർട്ട്ണറിനെ തിരയുന്നുണ്ടെങ്കിൽ അതിന് മാച്ചായിട്ടുള്ള ഒരാളായിട്ട് നിങ്ങളിലേക്ക് വരാന്നുള്ളത്. സോ ബിഫോർ മാരേജ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ക്ലീൻ യുവർ നെഗറ്റീവ് പ്രോഗ്രാംസ് ഇൻസൈഡ് യു. നിങ്ങളുടെ അൺഹീൽഡ് വേർഷൻ ആയിട്ട് നിങ്ങൾ ഒരു ബന്ധത്തിലേക്ക് കടക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എന്താണോ പേടിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടായത്, അത് ഹീൽ ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ ആ സെയിം കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്.